കാലം കഴിയുന്നു, നാകൾ പോയി, കർത്താവിൻ വരവ് സമീപമാ. മഹത്വ നാമത്തെ കീർത്തിപ്പാരാൻ ശക്തീകരിക്കാതെ ആത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ. കുശെ നോക്കി യുദ്ധം ചെയ്യും ഞാനേ ശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. സുഭാഷിതം 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുന്നു. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതി കെട്ടവരെ, വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. Then the Lord knows how to deliver the godly out of temptations and to reserve the unjust under punishment for the day of judgment. യേശു കർത്താവിന്റെ 2-ാം വരവിന് മുമ്പായി സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞ വാക്കുകൾ പത്രോസ് നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പത്രോസിന്റെ കാലയളവിൽ തന്നെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് 2-ാം അധ്യായത്തിന്റെ ആരംഭ വാക്കുകളിൽ കാണുന്നു. അവരുടെ ഹീനമായ ചെയ്തികളും ഉപദേശങ്ങളും വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ വഞ്ചനയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ് പത്രോസിന്റെ 2-ാം ലേഖനം. നീതിപ്രസംഗിയായ നോഹയുടെയും നീതിമാനായിരുന്ന ലോത്തിന്റെയും ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചതിന് ശേഷമാണ് നാം വായിച്ച വാക്യത്തിലേക്ക് എത്തുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തന്മാരെ പരീക്ഷകളിൽ നിന്നും വിടുവിക്കുന്നു. അവരെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്ന് കർത്താവിനറിയാം. ദൈവഭക്തന്മാർക്ക് നിരവധി പരീക്ഷണങ്ങൾ തങ്ങളുടെ ജീവിതത്തിലുണ്ട്. നാം ദിനംതോറും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും എന്താണെന്ന് നമുക്കറിയുകയില്ല. എന്നാൽ കർത്താവ് എല്ലാം അറിയുന്നു. അതുകൊണ്ട് നാം തോറ്റ് ജീവിക്കരുത്. കാരണം പരമാധികാരിയും സർവശക്തനും സർവസ്നേഹിയുമായ ദൈവം നമ്മുടെ പരീക്ഷണങ്ങളിൽ ഇറങ്ങി വരും. അവിടുന്ന് നമ്മെ രക്ഷിക്കും. കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്റെ ഒപ്പം നിന്റെ പരീക്ഷണങ്ങളെ തരണം ചെയ്യുവാൻ ഞാൻ ശക്തനാണെന്ന്. ഒരിക്കലും നാം ലജ്ജിച്ചു പോകയില്ല. ഈ നല്ല കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം. നാം വായിച്ച വാക്യത്തിൽ മറ്റൊരു കൂട്ടരെയും കൂടെ പത്രോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ നീതികെട്ടവരും കള്ളപ്രവാചകന്മാരെയും ദുരുപദേഷ്ടാക്കന്മാരെ അനുകരിക്കുന്നവരുമാകുന്നു. അവർ എങ്ങനെയുള്ളവരാണെന്ന് ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊള്ളട്ടെ. അവർ നാശകരമായ ദുരുപദേശങ്ങൾ കൊണ്ടുവരുന്നു. വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നു. സത്യമാർഗം ദുഷിക്കുന്നു. ദ്രവ്യാഗ്രഹത്തിന് കൗശലവാക്ക് പറയുന്നു. മലിന മോഹങ്ങൾ കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുന്നു. അവർ ധാർഷ്ട്യക്കാരൻ തന്നിഷ്ടം പ്രവർത്തിക്കുന്നവരുമാകുന്നു. അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് വെച്ച് തങ്ങളുടെ സ്നേഹസദ്യകളിൽ പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. ഇനിയും പലതും പറയാനുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് നിശ്ചയമായും ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് ദൈവം നിയമിച്ചിരിക്കുകയാകുന്നു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ലോകത്തിന്റെ വെളിച്ചമായ യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേയാകുന്നു.
ഈ ലോകത്തിന്റെ പരീക്ഷണങ്ങളെ ജയിച്ച് ജീവിക്കുവാനുള്ള ദൈവകൃപ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. പൗലോസിനോട് ചേർന്ന് നമുക്കും പറയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. God bless you all with these words. വിശ്വാസക്കപ്പലിൽ ലോടിയിട്ട് ശുദ്ധ പടങ്കു കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖ മുത്തിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാനേ യേശുവിനാ. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം